Hello everyone, welcome to my YouTube channel Easy English. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ സെന്റൻസ് എഴുതാം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആരംഭിക്കുന്ന ഏതൊരാളെയും കുഴക്കുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഗ്രാമർ പഠിക്കുന്നു. എന്നാൽ അത് മനസ്സിലാവാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് അകാരണമായൊരു ഭയം ഇംഗ്ലീഷിനോട് ഉടലെടുക്കുകയാണ്. പിന്നെ ആ വ്യക്തി ഇംഗ്ലീഷിനോട് ഒരു അകൽച്ചയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിയാത്തൊരു സബ്ജക്റ്റായി കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ അത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന ഒരു ഭാഗമല്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ ബേസിക്സ് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വളരെ താല്പര്യത്തോടെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളെ അതിന് സഹായിക്കുന്ന ഒന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്ട്രക്ചർ. സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ടെൻസ് എന്താണ് എന്ന് ഒന്ന് ലളിതമായി ചുരുക്കത്തിൽ പറയാം. ടെൻസ് ഈസ് എ ചേഞ്ച് ഓഫ് ഫോം ഇൻ എ വെർബ് ടു എക്സ്പ്രസ് ദ ടൈം ഓഫ് എൻ ആക്ഷൻ. ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വെർബ് എന്നുള്ളത്, ക്രിയ. ആ ക്രിയയുടെ സമയത്തെ കാണിക്കുന്ന, അതിൻ്റെ മാറ്റത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻസിലൂടെ സംഭവിക്കുന്നത്. അതായത് ടെൻസ് മാറുന്നതിനനുസരിച്ച് ഒരു സെൻറ്റൻസിലെ ക്രിയയും മാറുന്നു, അതിലെ വെർബ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂതകാലം, ഭാവി, വർത്തമാനം. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ 3 ടെൻസുകളാണ് ഇംഗ്ലീഷിലുമുള്ളത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ടെൻസിൽ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ പൊതുവായിട്ട് നമുക്ക് പറയാം 3 ടെൻസുകളാണുള്ളത്. നമ്മൾ കേട്ട് ഒരുപാട് പരിചയമുള്ള ഒന്നാണ് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നുള്ളത്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലത്തെയും, ഫ്യൂച്ചർ അത് ഭാവിയെയും സൂചിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കാണുന്ന വലതുഭാഗത്തുള്ള ആസ്പെക്റ്റ് എന്നുള്ള ഭാഗം നോക്കൂ. ഈ പ്രധാനപ്പെട്ട 3 ടെൻസിലെ ഓരോന്നിനും 4 ആസ്പെക്ട്സ് ഉണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസിനെയും ഇതേപോലെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് വളരെ എളുപ്പമാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് മറ്റു ഭാഗങ്ങളും വരുന്നത്. ഫ്യൂച്ചർ ടെൻസും ഇതുപോലെ 4ആയിട്ട് തിരിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് ഒന്നാമത്തെ ടെൻസാണ്. ഈ മെയിനായിട്ടുള്ള 3 ടെൻസിലും 4 സബ് ഡിവിഷൻസ് ആണുള്ളത്. അങ്ങനെ 12 ടെൻസുകളാണ് നമ്മൾ ആകെ പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ ടെൻസായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് പരിമിതി കൊണ്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ യൂസസ് മറ്റൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒറ്റ കാര്യം മാത്രമാണ് ഈ ടെൻസ് നമ്മൾ പഠിക്കാനുള്ളത് മെയിനായിട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനേറെക്കുറെ പഠിച്ചു. അതായത് ഈ സെൻറ്റൻസ് നിങ്ങൾ ഒന്ന് വായിക്കുക, ഒന്ന് മനസ്സിൽ വായിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലെ ആ മാറ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസസ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതായത് ഇതിലൊന്നും നെഗറ്റീവോ, അതായത് നോട്ട് എന്നോ നെഗറ്റീവിനെ കാണിക്കുന്ന ഒരു ആഡ്വർബ് ഒന്നുമില്ല. അതാണ് അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച പോലെ 2 കളറിലാണ് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചുവപ്പിലും ഒന്ന് കറുപ്പിലും. ചുവപ്പിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസിലെല്ലാം ഒരു മാറ്റമുണ്ട്. അതിൽ മറ്റ് കറുപ്പിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനേക്കാൾ ഒരു മാറ്റമുണ്ട്. അത് വെർബിനോട് കൂടെ യെസ് എന്ന് ചേർക്കുന്നുണ്ട്. നോക്കാം. ഹീ പ്ലേസ് വിത്ത് എ ബോൾ. ഒന്നാമത്തെ സെൻറ്റൻസ് ചുവപ്പിൽ കൊടുത്തിരിക്കുന്നത് ഹീ പ്ലേസ് വിത്ത് എ ബോൾ എന്നുള്ളതാണ്. അവിടെ പ്ലേ എന്നുള്ളതാണ് വെർബ്. ആ പ്ലേയോട് കൂടെ ഒരു എസ് കയറി വന്നിട്ടുണ്ട്. 2ാമത്തെ സെൻറ്റൻസ് നോക്കാം. ഷീ പ്ലേസ് വിത്ത് എ ബോൾ. ഇറ്റ് പ്ലേസ് വിത്ത് എ ബോൾ. നോബഡി പ്ലേസ് വിത്ത് എ ബോൾ. സംവൺ പ്ലേസ് വിത്ത് എ ബോൾ. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ 5 സെൻറ്റൻസിനും ചുവപ്പിൽ കൊടുത്തിരിക്കുന്ന 5 സെൻറ്റൻസിനും യെസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലെക്ഷൻ വന്നിട്ടുണ്ട് ഓരോ വെർബിനു ശേഷവും. എന്നാൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന കറുപ്പ് നിറത്തിലുള്ള സെൻറ്റൻസിന് യെസ് കാണുന്നില്ല. ഐ പ്ലേ വിത്ത് എ ബോൾ, യു പ്ലേ വിത്ത് എ ബോൾ, വി പ്ലേ വിത്ത് എ ബോൾ, യു പ്ലേ വിത്ത് എ ബോൾ,
they play with a ball. ഇതിൽ യു പ്ലേ വിത്ത് എ ബോൾ എന്നുള്ളത് ആവർത്തിച്ച് വരാനുള്ളത് കാരണം ആദ്യം കൊടുത്തിരിക്കുന്നത് യു ഒരു ആളും പിന്നെ കൊടുത്തിരിക്കുന്ന യു ഒന്നിലധികം പേരുമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതൽ പഠിക്കുന്ന സമയത്ത്. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ചില സെൻറ്റൻസസിൽ യെസ് വന്നത്, എന്തുകൊണ്ടാണ് ചില സെൻറ്റൻസിൽ വേർബിനോട് കൂടെ യെസ് വരാത്തത് എന്നുള്ളതാണ്. പൊതുവായി പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഗ്രാമറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിനോട് കൂടെ, സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ വേർബിനോട് കൂടെ യെസ് ചേർക്കണം എന്നും, സബ്ജക്റ്റ് പ്ലൂറൽ ബഹുവചനമാണെങ്കിൽ വേർബിനോട് കൂടെ യെസ് ചേർക്കേണ്ടതില്ല എന്നും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളേറെ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ രീതിയിലൂടെയാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന ഈ പ്രോനൗൺസ് എല്ലാം നമുക്ക് നോക്കാം. മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ പ്രോനൗണിനെയും. എല്ലാ പ്രോനൗൺസ് മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ നിങ്ങൾക്ക് കാണാം, തൊട്ട് താഴെ സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ. എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സണെയും രണ്ടായിട്ടാണ് ഭാഗിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു. അത് ഒരാളാണെങ്കിൽ, നിങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരാളാണെങ്കിൽ യു. ഇനി ഒന്നിൽ കൂടുതൽ ആളാണെങ്കിലോ അതും യു തന്നെയാണ് ഇംഗ്ലീഷ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പേഴ്സൺ യു സിംഗുലർ, അതുപോലെ തന്നെ പ്ലൂറൽ വീണ്ടും യു എന്ന് തന്നെയാണ് വരുന്നത്. തേർഡ് പേഴ്സൺ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഹീ, ഷീ, ഇറ്റ് പ്രോനൗൺ ആണ്. ഇതെല്ലാം പ്രോനൗൺ ആണ്. ഹീ, ഷീ, ഇറ്റ് സിംഗുലറാണ്. ബഹുവചനം അതിൻ്റെ പ്ലൂറൽ ദേ, അവർ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ആദ്യം പഠിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്രാമർ റൂള് പറയാൻ പോകുന്നത്. ഒന്നുകൂടെ, ഐയും വിയും ഫസ്റ്റ് പേഴ്സണാണ്. അതിൽ ഐ ഒരാളുള്ളൂ, അതുകൊണ്ട് അത് സിംഗുലറാണ്. അത് ബഹുവചനമാകുന്നത് വി എന്ന് പറയുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. യു താങ്കൾ ഒരാളാണെങ്കിൽ അത് യു. ബഹുവചനം നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും അത് യു എന്ന് തന്നെയാണ് പറയാറുള്ളത്. നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും യു എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുക. പിന്നെ ഷീ, അതുപോലെ തന്നെ ഹീ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഇറ്റ് അത്, ദേ അവർ. ദേ എന്നുള്ളത് പ്ലൂറലാണ്. ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. തേർഡ് പേഴ്സൺ സിംഗുലർ, അവിടെ ഹീ, ഷീ, ഇറ്റ്. ഈ മൂന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഹീ, ഷീ, ഇറ്റ് ഇത് മൂന്നും വരുന്ന സമയത്താണ് നമുക്ക് വേർബിനോട് കൂടെ എസ് ചേർക്കേണ്ടത്. ബാക്കി ഐ, യു, ദേ, വി എന്നീ പ്രോനൗൺസിനോട് കൂടെ നമുക്ക് വേർബിനോട് കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഒന്നുകൂടെ, തേർഡ് പേഴ്സൺ സിംഗുലർ ഹീ, ഷീ, ഇറ്റ് എന്നീ പ്രോനൗൺസിനോട് കൂടെയാണ് നമ്മൾ വേർബിനോട് കൂടെ എസ് ചേർക്കുന്നത്. ഈ സെൻസിലേക്ക് ഒരിക്കൽ കൂടി വരാം. ഇവിടെ കണ്ടോ, ഹീ പ്ലേസ്, അവിടെ ഹീ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഹീ പ്ലേസ് വിത്ത് എ ബോൾ. അടുത്ത സെൻറ്റൻസ് ഷീ പ്ലേസ് വിത്ത് എ ബോൾ. ഷീ എന്ന് പറയുന്നതും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. പ്ലേസ് എന്ന് വരാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ എന്താണെന്നുള്ളത്. ഇറ്റ് പ്ലേസ്, ഇറ്റും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. പക്ഷെ തൊട്ട് താഴെ കാണുന്ന നോബഡി പ്ലേസ് വിത്ത് എ ബോൾ, സംവൺ പ്ലേസ് വിത്ത് എ ബോൾ, അത് ലളിതമാണ്. സംവൺ, സംബഡി, നോവൺ, നോബഡി, എനിവൺ, എനിബഡി എന്നീ സബ്ജക്ട്സ് എല്ലാം വരുന്ന സമയത്ത് ക്രിയയോട് കൂടെ നോർമലായിട്ട് ടി എസ് ചേർക്കണം എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ റൂള്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നമ്മളിപ്പോൾ പ്രൊനൗൺസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നൗണിലാണെങ്കിൽ, ഇപ്പോൾ രാജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ രാജു പ്ലേസ് എന്ന് വേണം ചേർക്കാൻ. കാരണം രാജു സിംഗുലറാണ്, ഒരു വ്യക്തി. ആ രീതിയിലാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇനി രാജു ആൻഡ് മോഹിത് രണ്ടുപേരാണെങ്കിൽ പ്ലേ എന്ന് വരികയുള്ളൂ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പ്രകാരം. അപ്പോൾ രാജു തനിച്ചാണെങ്കിൽ രാജു പ്ലേസ് വിത്ത് എ ബോൾ. രണ്ടുപേര് രാജു ആൻഡ് മോഹിത് പ്ലേ, അങ്ങനെയാണ് വരാറുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ആഡ്വർബ്സ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്വർബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, സംടൈംസ്, റെയർലി, നെവർ, എവറി ഡേ. നമുക്ക് നോക്കാം ഈ സെൻറ്റൻസ് എല്ലാം. ഐ ഓൾവേസ് കം ടു സ്കൂൾ ബൈ കാർ. ഇവിടെ കം എന്നുള്ളതാണ് വേർബ്. അതിനോട് കൂടി എസ് ചേർത്തിട്ടില്ല, കാരണം ഐ എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ല. രണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഡോണ്ട് കം ഹിയർ വെരി ഓഫൺ. നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല.
മൂന്നാമത്തേത് ഹി യൂഷ്വലി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. ഇവിടെ ഈറ്റ്സ് എന്നുള്ളതാണ് വെബ്. എസ് വരാൻ കാരണം തേർഡ് പേഴ്സൺ സിംഗുലറായ ഹി വന്നുകൊണ്ടാണ്. സംടൈംസ് ഐ ഗോ ടു പാർട്ടി. നിങ്ങൾക്കറിയാം ഐ എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ല, അതുകൊണ്ട് ഗോ എന്നുള്ളതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഷീ റെയർലി കുക്സ്. ഇവിടെ ഷീ എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്, അതുകൊണ്ട് കുക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീ ഈസ് നെവർ ലേറ്റ് ഫോർ ക്ലാസ്. ഇത് സിമ്പിൾ പ്രസൻസിൻ്റെ മറ്റൊരു രൂപമാണ്, അത് നമ്മൾ പഠിക്കും. അടുത്തത് ദേ സ്ലീപ്പ് ഏർലി എവറി ഡേ. ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ മാത്രമാണ് യെസ് ചേർക്കുന്നത് വെബിനോട് കൂടെ. തേർഡ് പേഴ്സൺ പ്ലൂറലിന് യെസ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സ്ലീപ്പ് എന്നുള്ള വെബിനോട് കൂടെ നമ്മൾ യെസ് ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ആഡ്വേർബ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവയെല്ലാമാണ് സാധാരണയായിട്ട് സിമ്പിൾ പ്രസൻസിൽ ഉപയോഗിക്കാറുള്ളത്. ഓൾവേസ്, ഓഫൻ, യൂഷ്വലി, സംടൈംസ്, റെയർലി, നെവർ, എവറി ഡേ. ഇതിൻ്റെ യൂസസ് പഠിക്കുന്ന സമയത്ത് ഈ ആഡ്വേർബ്സ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സിമ്പിൾ പ്രസൻസ് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസസ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ്. വി യൂസ് ദ ഓക്സിലറി ഡു ഓർ ഡസ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്സിലറി വെർബ്സ് ഇംഗ്ലീഷിൽ 24 ഉണ്ട്. അതിൽ ഡു, ഡസ് എന്ന് പറഞ്ഞ ഈ 2 ഓക്സിലറീസ് ആണ് സാധാരണയായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻസിൽ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നേരത്തെ നമ്മൾ പഠിച്ച അതേ റൂൾ വെച്ചിട്ട് തന്നെ ഡു ഡസ് ഉപയോഗിക്കാം. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ് ഇവയ്ക്ക് ശേഷമാണ് എസ് ഫോം, വെർബിൻ്റെ എസ് ഫോം നമ്മൾ ചേർക്കാറുള്ളത്. അപ്പോൾ ഹി, ഷീ, ഇറ്റിന് ശേഷം ആണ് ഡസ് ചേർക്കേണ്ടത്. ഒരു നെഗറ്റീവായിട്ട് നമ്മൾ സെൻറ്റൻസ് എഴുതണമെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് പ്രോനൗണായ ഹിയോ, ഷീയോ, ഇറ്റോ ആണെങ്കിൽ അവിടെ ഡസ്, അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ്സും പ്ലൂറലാവുമ്പോൾ ഡൂവും ആണ് ചേർക്കേണ്ടത്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, പ്ലൂറൽ. ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ ഒന്നുകൂടെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇത് എത്ര സിമ്പിളാണെന്ന് മനസ്സിലാവും. ഹീ ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഹീ പ്ലേസ് വിത്ത് എ ബോൾ എന്നായിരുന്നു. അത് നെഗറ്റീവ് ആക്കിയപ്പോൾ ഹീ ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. ഇവിടെ പ്ലേസ് എന്നൊരു പകരം ഡസ് നോട്ട് എന്നാണ്. നേരെ അർത്ഥം മാറുകയാണ് ചെയ്യുന്നത്. കളിക്കുന്നു എന്നുള്ളത് കളിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരുന്നത്. ഹീ ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. ചില ആൾക്കാർ ഹീ ഡസ് നോട്ട് പ്ലേസ് വിത്ത് എ ബോൾ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഡസ്സിന് ശേഷം പിന്നെ വെർബിലൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ആ എസ് ആണ് ഈ ഡസ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഷീ ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. നമ്മൾ ആദ്യ സെൻറ്റൻസ് കണ്ടിരുന്നു, ആദ്യ സ്ലൈഡിൽ കണ്ടിരുന്നു ഷീ പ്ലേസ് വിത്ത് എ ബോൾ എന്നുള്ളത്. അത് നെഗറ്റീവ് ആകുമ്പോൾ ഷീ ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. ഞാൻ ആവർത്തിക്കുന്നു, ഡസ് എന്ന് പറയുന്ന ഈ ഓക്സിലറി നമ്മൾ ചേർക്കുന്ന സമയത്ത് പിന്നെ വെർബിനോട് കൂടെ എസ് ഫോം ചേർക്കേണ്ടതില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് തെറ്റായി പോകും. ഇറ്റ് ഡസ് നോട്ട് പ്ലേ വിത്ത് എ ബോൾ. ഇവിടെ ഹീ, ഷീ, ഇറ്റ് ഈ 3 പ്രോനൗണുകളാണ് തേർഡ് പേഴ്സൺ സിംഗുലർ ആവുന്നത്. അതുകൊണ്ടാണ് ഡസ് ചേർത്തത്. തൊട്ട് മുമ്പ് നമ്മൾ എസ് എങ്ങനെ ചേർക്കണമെന്ന് പഠിച്ച അതേപോലെ തന്നെ അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് എങ്ങനെ ചേർക്കണമെന്നുള്ള അതേ രൂപത്തിലാണ് വരുന്നത്. ഹീയും ഷീയും ഇറ്റിനോട് കൂടെ ഡസ് ചേർക്കണം. എന്നാൽ ബാക്കിയുള്ള പ്രോനൗൺസ് ഐ ഡു നോട്ട് പ്ലേ വിത്ത് എ ബോൾ, യു ഡു നോട്ട് പ്ലേ വിത്ത് എ ബോൾ, വി ഡു നോട്ട് പ്ലേ വിത്ത് എ ബോൾ, യു ഡു നോട്ട് പ്ലേ വിത്ത് എ ബോൾ. യു 2 തവണ വരാനുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ആദ്യം വന്ന യു എന്നുള്ളത് ഒരു വ്യക്തിയും പിന്നെ വന്ന യു ഒന്നിൽ കൂടുതൽ പേരുമുണ്ട്. അവസാനം ദേ ഡു നോട്ട് പ്ലേ വിത്ത് എ ബോൾ. സാധാരണ ഇത്തരത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല, എന്നാൽ പോലും ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സെൻറ്റൻസ് പഠിക്കേണ്ടി വരുന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഡസ് എന്നുള്ളത് അത് സിംഗുലർ ആകുമ്പോഴാണ് ഹി, ഷീ, ഇറ്റ്. ബാക്കിയുള്ള എല്ലാം ഐ, യു, ദേ, വി എന്നീ പറയുന്ന പ്രൊനൗൺസ് എല്ലാം വരുമ്പോൾ ഡു നോട്ടാണ് ചേർക്കേണ്ടത്. ഡസ് നോട്ടോ അല്ലെങ്കിൽ ഡു നോട്ടോ അതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ട്, ഡസിൻറ്റ്, ഡോണ്ട്. നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഷോർട്ട് ഫോം എല്ലാം. അങ്ങനെ വരുമ്പോഴും ഈ വെർബിനോട് കൂടെ എസ് ഒന്നും ചേർക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരു നൗൺ ആണെങ്കിൽ രാജു പ്ലേസ് ഫുട്ബോൾ എന്നുള്ളത് നെഗറ്റീവ് ആക്കണമെങ്കിൽ രാജു സിംഗുലർ ആണ് നമുക്കറിയാം, അതുകൊണ്ടാണ് യെസ് വന്നത് വെർബിനോട് കൂടെ. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് രാജു ഡസിൻറ്റ് പ്ലേ അതല്ലെങ്കിൽ രാജു ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ എന്നാവണം. ഇനി 2 പേരാണ് രാജു ആൻഡ് മോഹിത് എന്നാവുമ്പോൾ രാജു ആൻഡ് മോഹിത് പ്ലേ ഫുട്ബോൾ എന്നാണ് പോസിറ്റീവ് സെൻറ്റൻസ് അതല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസ് വരുന്നത്. അത് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് രാജു ആൻഡ് മോഹിത് ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്നാണ് വരിക.
ഓക്കെ, അപ്പോൾ പ്രോനൗൺ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഹീ ഷീ ഇറ്റ് എന്ന് നമ്മൾ ചേർക്കുമ്പോൾ വെർബിനോട് കൂടി എസ് ചേർക്കണമെന്നും മറ്റുള്ള പ്രോനൗൺസ് ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല എന്നും. ഇനി നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഹീ ഷീ ഇറ്റ് എന്ന് ചേർക്കുമ്പോൾ ഡസ് നോട്ട് എന്നും മറ്റുള്ള പ്രോനൗൺ ഉപയോഗിക്കുന്ന സമയത്ത് ഡു നോട്ടും. ഇനി മറ്റുള്ള നൗൺസൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ സിംഗുലർ പ്ലൂറൽ എന്ന് നമുക്ക് എടുക്കാം. സിംഗുലർ നൗൺസ് ആണെങ്കിൽ വെർബിനോട് കൂടെ എസ് ചേർക്കണം പോസിറ്റീവ് സെൻറ്റൻസിൽ. അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് നോട്ട്. ഇനി പ്ലൂരൽ നൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പ്ലൂരൽ നൗൺസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എസ് ഇൻഫ്ലെക്ഷൻ ചേർക്കേണ്ടതില്ല. അതേപോലെ തന്നെ അത് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഡു നോട്ട് എന്ന് ചേർക്കണം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അത് നമ്മൾ നേരത്തെ കണ്ട അതേ സ്ലൈഡ് തന്നെയാണ്. ഇത് ശരിക്കും പഠിക്കണം. ഇതിൽ ഹീ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹീ ഷീറ്റ് വരുന്ന സമയത്താണ് വെർബിനോട് കൂടെ യെസ് ചേർക്കേണ്ടത്. ഇത് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് നോക്കാം. അയ്യോ, വി, ദേ എന്ന് പറയുമ്പോൾ ഈ പ്രോനൗൺസ് എല്ലാം വരുമ്പോഴാണ് ഡോണ്ട് വരുന്നത്. ഹീ ഷീറ്റിനോട് കൂടെ ഡസിൻ്റാണ് ചേർക്കേണ്ടത്. കോൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വളരെ ഫ്രീ മൈൻഡോടെ ഇരുന്ന എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ ടെൻസിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണത് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും എഴുതാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇനി ഇത് ഏതെല്ലാം അവസരങ്ങളിലാണ് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അത് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. വീഡിയോ വലുതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഈസി ഇംഗ്ലീഷ് എന്നുള്ള ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ലഭിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് സജസ്റ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.